ലൈഫ് ഫോക്കസിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. സജീവ രാഷ്ട്രീയത്തിൽ നിന്നും യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ ജോസി ജോസഫ്, സ്വാഗതം. കോട്ടയത്തെ മാന്നാനം കെ കോളേജിൻ്റെ യൂണിയൻ ചെയർമാൻ, NSF എന്ന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് എന്നുള്ള നിലയിലൊക്കെ സേവനമനുഷ്ഠിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്? ഞങ്ങൾ ഈ സ്കൂളിൽ പഠിച്ചപ്പോൾ തന്നെ ഞങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് NSS വാഴൂർ കലാലയം. അപ്പോൾ ഈ സ്കൂളിൻ്റെ മുറ്റത്ത് നോക്കുമ്പോൾ തന്നെ കാണാം ഈ കലാലയത്തിൻ്റെ ആരവവും ആഘോഷവും മുദ്രാവാക്യം വിളികളും ഒക്കെ കേൾക്കാം. ഞങ്ങൾ ഈ വിദ്യാർത്ഥികളായ ഞങ്ങളെ സംബന്ധിച്ച് ഇതൊരു വലിയ കാഴ്ചയും ആവേശവും ഒക്കെ ആയിരുന്നു. എന്നാൽ എന്നെ ആകർഷിച്ചൊരു കാര്യമെന്ന് വെച്ചാൽ ഇവർ ആകാശത്തേക്ക് മുഷ്ടി ചുരുട്ടി ഉയർത്തി വിളിക്കുന്ന മുദ്രാവാക്യം വിളികളും പ്രകടനങ്ങളും പ്രസംഗങ്ങളും ഇതൊക്കെയായിരുന്നു. അപ്പോൾ അന്ന് തീരുമാനിച്ചു ഈ കോളേജിലെത്തുമ്പോൾ ഇതുപോലെ പ്രകടനങ്ങളൊക്കെ നയിക്കുകയും ഒക്കെ ചെയ്യണം, പ്രസംഗിക്കുകയും ഒക്കെ ചെയ്യണം എന്നുള്ളൊരു തോന്നലുണ്ടായി. പിന്നീട് പ്രീ ഡിഗ്രി പഠനത്തിന് അതേ കോളേജിൽ തന്നെ പഠിക്കുകയായിരുന്നു. കേരള കോൺഗ്രസിൻ്റെ വിദ്യാർത്ഥി വിഭാഗമായ KSCയിൽ രാഷ്ട്രീയ പ്രവർത്തനം, സംഘടനാ പ്രവർത്തനം ആരംഭിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് ഈ KSCMലേക്ക് തന്നെ പ്രവർത്തനത്തിലേക്ക് വരാൻ തീരുമാനിച്ചത്? അത് പ്രധാനമായിട്ട് ഈ കുടുംബത്തിലുള്ള ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്ന ഒരു കേരള കോൺഗ്രസ് പശ്ചാത്തലം ഞങ്ങളുടെ കുടുംബത്തിനുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ PT ചാക്കോയുടെ ജന്മസ്ഥലമാണ് എൻ്റെയും സ്ഥലം. അപ്പോൾ ഈ എല്ലാ വർഷവും PT ചാക്കോയുടെ ശവകുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ വേണ്ടിയിട്ട് നേതാക്കന്മാരായിട്ടുള്ള സകല നേതാക്കന്മാരും, കേരള കോൺഗ്രസിൻ്റെ സകല നേതാക്കന്മാരും അവിടെ എത്തും. അപ്പോൾ അവരെയൊക്കെ നോക്കിക്കാണുകയും പ്രസംഗങ്ങളൊക്കെ കേൾക്കുകയും ഒക്കെ ചെയ്യും. എന്നാൽ അതിൽ പ്രധാനമായിട്ടും KM മാണി സാറിനോട് പ്രത്യേകമായൊരു ആദരവും ബഹുമാനവും ഇഷ്ടവും ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അതിൽ പ്രധാനപ്പെട്ട കാരണം KM മാണി സാറിൻ്റെ അസാധാരണമായ അസാമാന്യമായ പ്രസംഗ പാഠവുമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ നേതൃത്വ ശൈലിയും അതിനൊരു കാരണമാണ്. അന്നത്തെ ഏതെങ്കിലും സമര രീതികളും മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോഴും ഓർമ്മയിലുണ്ടോ? അന്നത്തെ മുദ്രാവാക്യങ്ങളൊക്കെ ഇപ്പോഴും, പ്രസംഗങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഇപ്പോഴും കാതിൽ അലയടിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും ഞങ്ങൾ പഠിച്ച കോളേജിൽ SFI, ABVP, KSU എന്നീ സംഘടനകളാണെങ്കിലും ഞങ്ങളുടെ വിദ്യാർത്ഥി സംഘടനയും സംഘടനാ രംഗത്തുണ്ടായിരുന്നു. സ്ട്രൈക്ക് ഓൺ എന്ന് വിളിച്ചു തുടങ്ങുന്ന പഠിപ്പ് മുടക്ക് സമരങ്ങൾ, അതുപോലെ വിദ്യാർത്ഥി ഐക്യം സിന്ദാബാദ്, വിദ്യാർത്ഥിക്ക് ഒരു പ്രശ്നം വന്നാൽ ഞങ്ങളിലില്ല രാഷ്ട്രീയം എന്ന് തുടങ്ങുന്ന മുദ്രാവാക്യങ്ങൾ, അതുപോലെ മതസൗഹാർദ്ദത്തിന് ആഹ്വാനം നൽകുന്ന മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും, ഞങ്ങളിലില്ല ക്രൈസ്തവ രക്തം, ഞങ്ങളിലില്ല ഹൈന്ദവ രക്തം, ഞങ്ങളിലില്ല ഇസ്ലാം രക്തം, ഞങ്ങളിലുള്ളത് മാനവരക്തം, മനുഷ്യരക്തം എന്നിങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളും വിളികളും ഒക്കെ കേൾക്കാം. എന്നാൽ ചിലപ്പോഴൊക്കെ രാഷ്ട്രീയമായിട്ടുള്ള വിദ്വേഷ മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും രാഷ്ട്രീയ സംഘടനകളും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇത് 90കളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. എന്നാൽ പിന്നീട് കേരള ഹൈക്കോടതി സുപ്രധാനമായൊരു രാഷ്ട്രീയ വിധി പുറപ്പെടുവിച്ചു. ഈ ക്യാമ്പസുകളിൽ സംഘടനാ രാഷ്ട്രീയം നിയന്ത്രിക്കുകയുണ്ടായി. അത് പ്രധാനമായിട്ടും ഈ രാഷ്ട്രീയ അക്രമങ്ങൾ തടയുന്നതിനും ക്യാമ്പസുകളിലെ അക്രമങ്ങൾ തടയുന്നതിനും പഠിപ്പ് മുടക്ക് സമരങ്ങളൊക്കെ കുറയ്ക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നീട് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഞാൻ ഡിഗ്രി പഠനത്തിനായി മാന്നാനം KE കോളേജിലെത്തുമ്പോഴാണ് സജീവ രാഷ്ട്രീയത്തിലെത്തുന്നത്. യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറായിട്ട് മത്സരിച്ച് പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് അടുത്ത വർഷം കോളേജ് യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ച് ജയിക്കുന്നു. പിന്നീട് KSCയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചു. അന്ന് റോഷി അഗസ്റ്റിനായിരുന്നു സ്റ്റേറ്റ് പ്രസിഡന്റ്. കഴിഞ്ഞ പിണറായി വിജയൻ മന്ത്രിസഭയിലെ ജലവിഭവ വകുപ്പ് മന്ത്രിയും ഒക്കെ ആയിരുന്നു. ഈ കേരള കോൺഗ്രസ്സിൽ പല ഗ്രൂപ്പുകളുണ്ട്. എന്തുകൊണ്ടാണ് മാണി ഗ്രൂപ്പിൽ തന്നെ നിൽക്കാൻ തീരുമാനിച്ചത്? ഈ കേരള കോൺഗ്രസ് എന്ന് കേൾക്കുമ്പോൾ അനേക പേരുകളാണ് ഓർമ്മയിൽ വരുന്നത്. KM മാണി, PJ ജോസഫ്, TM ജേക്കബ്, R ബാലകൃഷ്ണപിള്ള, K നാരായണക്കുറുപ്പ്, അങ്ങനെ അനവധി പേരുകളാണ്. 64ലാണ് കേരള കോൺഗ്രസ് ഒരു പ്രാദേശിക പാർട്ടിയായിട്ട് രൂപം കൊള്ളുന്നതെങ്കിലും ഇതിന് ആശയപരമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ടാക്കിയത് KM മാണി സാറാണ്. അദ്ദേഹം 78 ദ തിയറി ഓഫ് ദ ടോയിലിംഗ് ക്ലാസ്, അധ്വാനവർഗ സിദ്ധാന്തം എന്നൊരു സാമ്പത്തിക ദർശനം അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് പ്രധാനമായിട്ടും മാർക്സിസത്തിനും ക്യാപിറ്റലിസത്തിനും ബദലായിട്ട് അദ്ദേഹം അവതരിപ്പിച്ചൊരു സാമ്പത്തിക രേഖയാണ്. നമുക്കറിയാം, ഈ വ്യാവസായിക വളർച്ചയുടെ കാലഘട്ടത്തിൽ മാർക്സിസ്റ്റ് തിയറി സമൂഹത്തെ രണ്ടായിട്ട് തരംതിരിച്ചു. ഒന്ന് പ്രോലിറ്ററേറ്റ്,
തൊഴിലാളി വർഗം, മറ്റൊന്ന് മുതലാളി വർഗം, ബൂർഷ്വാസീസ്. എന്നാൽ മാണിസാറിൻ്റെ സിദ്ധാന്തത്തിൽ അദ്ദേഹം പറയുന്നത് ഈ മണ്ണിൽ പണിയെടുക്കുന്ന സാധാരണ കൃഷിക്കാരും അധ്വാനിക്കുന്ന ജനവിഭാഗവും അല്പം കൃഷിഭൂമിയുള്ളവരും തൊഴിലാളികളും വ്യാപാരികളും ഇവരൊക്കെ സാധാരണ ജനവിഭാഗമാണ്, ഇവരൊക്കെ അധ്വാനിക്കുന്നവരാണ്, ഇവരൊന്നും ബൂർഷകളല്ല, ഇവരൊക്കെ അധ്വാന വർഗമാണ്. ഇതായിരുന്നു ആ പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ തിയറിയിലെ ആശയം എന്ന് പറയുന്നത്. അതൊരു നല്ല ആശയമാണ്. ഈ മാണിസാറെന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർമ്മയിൽ വരുന്നുണ്ട്, വളരും തോറും പിളരും, പിളരും തോറും വളരും. അങ്ങനെ ഒരു രാഷ്ട്രീയ അവസ്ഥ കേരള കോൺഗ്രസിനെ പറ്റി പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ഇതിനെപ്പറ്റി പറയാനുള്ളത്? അതെ, മാണിസാറിൻ്റെ പ്രസിദ്ധമായ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് വളരും തോറും പിളരുകയും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന്. വാസ്തവത്തിൽ ഈ പിളർപ്പുകളൊന്നും ആശയപരമൊന്നും ആയിരുന്നില്ല, ആശയപരമോ ആദർശപരമോ ഒന്നും ആയിരുന്നില്ല. ഇതൊക്കെ അധികാരങ്ങൾ പങ്കിടുന്നതുമായി സംബന്ധിച്ച തർക്കങ്ങളിലാണ് പലപ്പോഴും ഈ പാർട്ടിയിൽ പിളർപ്പുകൾ ഉണ്ടായിട്ടുള്ളത്. പാർട്ടി പിളർന്നപ്പോൾ ഞാൻ PC തോമസ് പക്ഷത്തെത്തപ്പെട്ടു. 2004 അദ്ദേഹം ഒരു പുതിയ പാർട്ടി പ്രഖ്യാപിച്ചു. IFTP എന്നായിരുന്നു ആ പാർട്ടിയുടെ പേര്. അതിൻ്റെ വിദ്യാർത്ഥി വിഭാഗം സ്റ്റേറ്റ് പ്രസിഡൻ്റായിട്ട് പ്രവർത്തിച്ചു. അപ്പം അന്ന് ഞങ്ങളുടെ മുദ്രാവാക്യമൊക്കെ ഓർക്കുന്നുണ്ട്, പഠിച്ചുയരുക, മനുഷ്യനായി വളരുക എന്നുള്ളതായിരുന്നു മുദ്രാവാക്യം. അതുപോലെ ക്യാമ്പസുകളിൽ അക്രമ രാഷ്ട്രീയത്തിനെതിരെയുള്ള പരിപാടികൾ, സാമൂഹ്യ തിന്മകൾക്കെതിരെയുള്ള പരിപാടികൾ, അതുപോലെ തന്നെ PT ചാക്കോ ഫൗണ്ടേഷൻ്റെ പ്രവർത്തനങ്ങൾ, ഇതൊക്കെയായിരുന്നു അന്നത്തെ പ്രധാന പ്രവർത്തന പരിപാടികൾ. ഇത്രയും രാഷ്ട്രീയ നിലപാടുകളൊക്കെ വെച്ച് മുമ്പോട്ട് വരുമ്പോൾ എപ്പോഴാണ് ഈ ബൈബിളിൻ്റെ സ്വാധീനം ഉണ്ടാകുന്നത്? ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു ശൂന്യത, ഒരു ലക്ഷ്യമില്ലായ്മ എന്നെ ഭരിച്ചിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ രാഷ്ട്രീയത്തിലെ അസ്ഥിരത, അതുപോലെ തന്നെ നിലപാടുകളിലെ വൈരുദ്ധ്യം, മാറ്റം. ഈ പാർട്ടി മുന്നണികളൊക്കെ മാറുന്നതനുസരിച്ച് നിലപാടുകൾ മാറിക്കൊണ്ടിരിക്കും. നേതാക്കന്മാരൊക്കെ തന്മയത്തമായിട്ട് ആ നിലപാടുകളൊക്കെ പറഞ്ഞു വയ്ക്കും. പക്ഷേ ഈ പ്രാദേശിക നേതാക്കന്മാരെ സംബന്ധിച്ച്, സാധാരണ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ച് ഇതൊരു വലിയ ആശയക്കുഴപ്പമാണ്, ഇതൊരു വലിയ ആന്തരിക സംഘർഷമാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് രാഷ്ട്രീയം എൻ്റെ മേഖലയല്ല എന്ന് ചിന്തിച്ചു തുടങ്ങിയത്. രാഷ്ട്രീയത്തിൽ ഇത്രയും പ്രവർത്തിച്ചു, അപ്പം രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ഒക്കെ ഒരു മോശപ്പെട്ട കാര്യമാണെന്നുള്ളൊരു തോന്നലാണ് അന്നുണ്ടായത്. രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും ഒരിക്കലും മോശപ്പെട്ട കാര്യങ്ങളല്ല. നമ്മളറിയേണ്ടത് രാഷ്ട്രീയ പാർട്ടിയിൽ ചേരാതെ തന്നെ നമുക്ക് പൊതുപ്രവർത്തനം നമുക്ക് ചെയ്യാൻ കഴിയും. കാരണം സമൂഹത്തിൽ നല്ല രാഷ്ട്രീയ പ്രവർത്തകരുണ്ടാകണം, നല്ല രാഷ്ട്രീയമുണ്ടാകണം, മനുഷ്യപക്ഷമുണ്ടാകണം, നല്ല മനുഷ്യരുണ്ടാകണം, ധാർമ്മികതയുണ്ടാകണം. ഇതിന് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവേശിക്കാതെ തന്നെ മനുഷ്യർക്ക് പ്രവർത്തിക്കാൻ കഴിയും. എങ്കിൽ മാത്രമേ സമൂഹത്തിൻ്റെ ഉയർച്ചയ്ക്കും പുരോഗതിക്കും ഇതെല്ലാം അത്യന്താപേക്ഷിതമാണ്. ആ കാലത്ത് സ്വാധീനിച്ച മറ്റ് വ്യക്തികളോ പുസ്തകങ്ങളോ ഒക്കെ ഉണ്ടോ? തീർച്ചയായിട്ടും ബൈബിളിലേക്ക് എന്നെ അടുപ്പിച്ചത് ആ കാലത്ത് പ്രധാനമായിട്ടും ഈ കൽദയ സുറിയാനി സഭയുടെ ഒരു ബിഷപ്പ് ഉണ്ടായിരുന്നു, മാർ പൗലോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. 98 അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹം ഒരു മതേതര ദൈവശാസ്ത്രജ്ഞനായിരുന്നു. ഈ ഹ്യൂമനിസ്റ്റ് ആശയങ്ങളെ ക്രിസ്തീയ വിശ്വാസവുമായിട്ട് സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പ്രവർത്തിച്ച ഒരു ബിഷപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രബന്ധം എന്ന് പറയുന്നത് തന്നെ ഈ ഡിട്രിച്ച് ബോൺഹോഫറിൻ്റെ അല്ലെങ്കിൽ കാറൽ മാർക്സിൻ്റെ മതവിമർശനത്തെയും ജർമ്മനിയിലെ ദൈവശാസ്ത്രജ്ഞനായിരുന്ന ഡിട്രിച്ച് ബോൺഹോഫറിൻ്റെ ദൈവശാസ്ത്രത്തെയും ബന്ധിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഒരു പ്രബന്ധം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നിരവധി ലേഖനങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ചിന്തകളിലേക്ക് എന്നെ അടുപ്പിച്ചത് SCM എന്ന് പറയുന്ന സംഘടന, സ്റ്റുഡൻറ്റ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, അതിലുണ്ടായിരുന്ന ചില സുഹൃത്തുക്കളായിരുന്നു. ഡിട്രിച്ച് ബോൺഹോഫറിൻ്റെ പ്രധാനപ്പെട്ട 2 പുസ്തകങ്ങളാണ്. ഒന്ന് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ് എന്ന് പറയുന്നതും റിലീജിയൻലെസ് ക്രിസ്ത്യാനിറ്റി, ഈ 2 പുസ്തകങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടതാണ് ദ കോസ്റ്റ് ഓഫ് ഡിസൈപ്പിൾഷിപ്പ്. അതായത് ഒരു ക്രിസ്തു അനുയായി ആകണമെങ്കിൽ അതിന് വില കൊടുക്കണം. ഒരു ക്രിസ്ത്യാനിയാവുക എന്ന് പറയുന്നത് ക്രിസ്തു ഒരാളെ വിളിക്കുന്നത് പോലും മരിക്കുവാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ആ ആശയമായിരുന്നു. അദ്ദേഹം ആ ആശയം മുന്നോട്ട് വയ്ക്കുന്നത് അല്ല എന്ന് വരികിൽ ക്രിസ്തുവിനെ അനുഗമിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കേവലമായ ഒരു ചീപ്പ് ഗ്രേസ് എന്നാണ് അദ്ദേഹം കണക്കാക്കിയത്. അദ്ദേഹം ഒരു ഉദാഹരണം പറയുമായിരുന്നു. ഒരു പ്രളയകാലത്ത് ഒരു രക്ഷാപ്രവർത്തകൻ, ഒരു മനുഷ്യൻ ഉയർന്ന കെട്ടിടത്തിൻ്റെ മുകളിൽ ഇരുന്ന് ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയും സങ്കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യും. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീക്ഷണഗതിയിൽ ഈ മനുഷ്യൻ സുരക്ഷിതമായ സ്ഥാനത്ത് നിന്നും താഴേക്ക് വന്ന് ഈ വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന മനുഷ്യരെ രക്ഷിക്കുവാനുള്ള
എന്തെങ്കിലും പ്രവൃത്തിയിൽ ഏർപ്പെടണം, അതായിരിക്കണം ആത്മീയത എന്ന് അദ്ദേഹം നിർവചിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ഓൺലി ഹീ ഹു ക്രൈസ് ഔട്ട് ഫോർ ദ ജ്യൂസ് മേ സിംഗ് ഗ്രിഗോറിയൻ ചാൻസ്. യഹൂദിന് വേണ്ടി ശബ്ദിക്കുന്നവന് മാത്രമേ ഗ്രിഗോറിയൻ കീർത്തനങ്ങൾ ആലപിക്കുവാൻ അർഹതയുള്ളൂ. അതായത് അന്ന് ജർമ്മനിയിലെ ദേവാലയത്തിൽ ക്രിസ്ത്യാനികൾ കൂടി വന്ന് പ്രാർത്ഥിക്കുകയും ഗ്രിഗോറിയൻ ചാൻറ്റുകളൊക്കെ മുഴക്കുകയും ചെയ്യുമ്പോൾ പുറത്തെ അതേ തെരുക്കോണുകളിൽ യഹൂദന്മാർ നിഷ്കരണം വധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അന്നേരം നടത്തിയ പ്രസ്താവനയാണ്. പിന്നീട് ഈ ബോൺഹോഫർ അദ്ദേഹം പിടിക്കപ്പെടുകയും രക്തസാക്ഷിയായി മാറുകയുമാണ് ചെയ്തത്. അപ്പോൾ ഈ ചിന്തകളൊക്കെ കൂടുതൽ ബൈബിൾ വായിക്കുവാനും ക്രിസ്തുവിനെ പഠിക്കുവാനും ക്രിസ്തു എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് മനസ്സിലാക്കുവാനുമുള്ള വലിയ ഒരു ആഗ്രഹമുണ്ടായി. അപ്പോൾ ഈ സ്വാധീനമൊക്കെയാണ് കൂടുതൽ ബൈബിളിലേക്കും ക്രിസ്തുവിലേക്കും അടുപ്പിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ആ കാലത്ത് ക്രിസ്തുവിനെ പറ്റി എങ്ങനെയാണ് അന്ന് മനസ്സിലാക്കിയത്? ക്രിസ്തു ചരിത്ര പുരുഷനായിരുന്നു എന്നുള്ള ബോധ്യം എനിക്കുണ്ടായിരുന്നു. ഒരു ക്രിസ്തീയ പരിസരം എനിക്കുള്ളത് കൊണ്ട് ക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്നുള്ള ബോധ്യമുണ്ടായിരുന്നു. എന്നാൽ ക്രിസ്തു സാധാരണ മനുഷ്യരെ പോലെ അല്ല പ്രവർത്തിച്ചതും ജീവിച്ചതും. ക്രിസ്തു സാധാരണ മനുഷ്യരുടെ കൂട്ടുകാരനായി, അല്ലെങ്കിൽ അവസാനത്തെ മനുഷ്യരുടെ കൂട്ടുകാരനായി, റോമൻ അധികാരികളും വെറുക്കുകയും നിന്ദിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരും യഹൂദ നേതാക്കളൊക്കെ നിന്ദിക്കുകയും ഒക്കെ ചെയ്ത മനുഷ്യരുടെ കൂടെ നടക്കുകയും അവരോടൊപ്പം ഇടപെടുകയും അവരുടെ ജീവിതത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു മനുഷ്യനായിട്ടാണ് നമ്മൾ കാണുന്നത്. ക്രിസ്തുവിൻ്റെ പരസ്യ പ്രസംഗങ്ങളും പരസ്യ പ്രവർത്തനങ്ങളും ഒക്കെ സ്വാധീനിച്ചിട്ടുണ്ടാവും അല്ലേ? ചില ഉദാഹരണങ്ങൾ പറയാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ക്രിസ്തുവിൻ്റെ പരസ്യ പ്രകടന പത്രിക, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മാനിഫെസ്റ്റോ എന്ന് വേണമെങ്കിൽ പറയാവുന്ന, താൻ ദരിദ്രരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ ദൈവം എന്നെ അയച്ചിരിക്കുന്നു, അന്തർക്ക് കാഴ്ച നൽകുവാനും പീഡിതരെ വിടിവിക്കുവാനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്നുള്ള ഭാഗമാണ് ക്രിസ്തു വായിച്ചത്. ക്രിസ്തു വാസ്തവത്തിൽ ഭൂമിയിലേക്ക് വന്നത് മനുഷ്യർക്ക് സമഗ്രമായൊരു വിമോചനം നൽകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. ചില ഉദാഹരണങ്ങൾ പറഞ്ഞാൽ, ക്രിസ്തു ഒരു ശമരിയിലുള്ള, അല്ലെങ്കിൽ അന്നത്തെ ആളുകൾ വെറുക്കപ്പെട്ടതായി കരുതിയിരുന്ന ശമരി വിഭാഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയോട് കുറച്ച് വെള്ളം കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചൊരു ആത്മിക സംഭാഷണം നടത്തിയത് വഴി ജാതീയമായിട്ടുള്ള എല്ലാ മതിൽക്കെട്ടുകളും ക്രിസ്തു തട്ടിത്തെറിപ്പിക്കുകയായിരുന്നു. അതുമാത്രമല്ല, അന്ന് ഈ പുരുഷ മേധാവിത്വം ഉള്ള കാലമായിരുന്നു. പുരുഷ മേധാവിത്വമുള്ള കാലത്ത് ദൈവരാജ്യത്തിൽ ക്രിസ്തു സർവ്വ മനുഷ്യരും ലിംഗഭേദമൊന്നുമില്ല, സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യരാണ് എന്നുള്ള പ്രഖ്യാപനം കൂടി നടത്തുകയായിരുന്നു. അതുമാത്രമല്ല, ഈ കുഷ്ഠരോഗികളായിട്ടുള്ള ആളുകൾ, അവരൊക്കെ കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നുമൊക്കെ ആട്ടിപ്പായിക്കപ്പെട്ടവരാണ്. അവരെ തൊട്ടാൽ തൊടുന്നവർ പോലും അശുദ്ധരാകും. അതായിരുന്നു അന്നത്തെ മോശയുടെ നിയമം പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള മനുഷ്യരെ കേവലം വാക്കുകൊണ്ട് വേണമെങ്കിൽ ക്രിസ്തുവിന് സൗഖ്യം കൊടുക്കാമായിരുന്നു. പക്ഷേ ക്രിസ്തു ചെയ്തത് അവരെ സ്പർശിച്ച്, അവരെ തൊട്ട് സൗഖ്യമാക്കിയായിരുന്നു. ആ സ്പർശനത്തിൽ ഒരു ക്രിസ്തുവിൻ്റേതായിട്ടുള്ള അടയാളപ്പെടുത്തലുണ്ട്, ഒരു സമഗ്രമായിട്ടൊരു വിമോചനം ഉൾക്കൊള്ളുന്നുണ്ട്. അവനെ മാനസികമായും കൂടെ ഉയർത്തുക എന്നുള്ള ലക്ഷ്യം കൂടിയുണ്ട്. മറ്റൊരു ഉദാഹരണം പറയാം. അന്ന് ഈ റോമൻ അധികാരികൾക്ക് വേണ്ടി ചുങ്കം പിരിച്ചിരുന്ന ടാക്സ് കളക്ടേഴ്സ്, അവരോടൊപ്പം യേശു നടക്കുകയും അവരെയൊക്കെ ശിഷ്യന്മാരാക്കുകയും അവരുടെ ഭവനത്തിൽ പോവുകയും ഒക്കെ ചെയ്ത് ചുങ്കക്കാരുടെയും പാപികളുടെയും ഒക്കെ സ്നേഹിതനായിട്ട് ക്രിസ്തു മാറുകയായിരുന്നു. അങ്ങനെ സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ, മാർജിനലൈസ് ചെയ്യപ്പെട്ടവരുടെ, സാധാരണ മനുഷ്യരുടെ കൂടെ നടക്കുന്ന ക്രിസ്തുവിനെ മറ്റുള്ള വ്യക്തിത്വങ്ങളിൽ നിന്നും വ്യത്യസ്തനായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. പല ആളുകൾക്കും ക്രിസ്തു ഒരു നല്ല നേതാവാണ് എന്നൊരു ചിന്തയുണ്ട്, അത് പലരും അംഗീകരിക്കുന്നുമുണ്ട്. പക്ഷേ ക്രിസ്തു ഒരു രക്ഷകനാണ്, ക്രിസ്തു എൻ്റെ രക്ഷകനാണ് എന്നുള്ളൊരു ചിന്തയിലേക്ക് എപ്പോഴാണ് വരാൻ കഴിഞ്ഞത്? ക്രിസ്തു രോഗികൾക്ക് സൗഖ്യം നൽകുന്നുണ്ട്. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്ന ക്രിസ്തു പാപവും മോചിക്കുന്നുണ്ട്. ഈ പാപം മോചിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ മാത്രം പ്രൊറോഗേറ്റീവിൽപ്പെട്ട കാര്യമാണ്, അധികാരത്തിൽപ്പെട്ട കാര്യമാണ്. അത് ക്രിസ്തു നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ക്രിസ്തു സാധാരണ മനുഷ്യരെ പോലെയല്ല, കേവലം ഒരു മനുഷ്യ മാതൃകയോ ആ നിലയിൽ മാത്രം കാണാൻ കഴിയത്തില്ല. പാപം മോചിക്കാൻ കഴിയുന്ന ഇവൻ ആരെന്ന് പുരുഷാരം തന്നെ ചോദിക്കുന്നുമുണ്ട്. അപ്പോൾ അത് ദൈവത്തിൻ്റെ മാത്രം അധികാര പരിധിയിൽ പെട്ടുന്ന കാര്യമാണ്. അത് ക്രിസ്തു നിർവഹിക്കുന്നുണ്ട്. ആ നിലയിൽ ക്രിസ്തു പൂർണ്ണമായും ഒരു ദൈവമാണ് എന്നുള്ള സത്യവും അതൊരു തിരിച്ചറിയൽ തന്നെയായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ ഈയിടെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ബൈബിൾ പ്രമേയമാക്കിയിട്ട്, ആദം നീ എവിടെയാകുന്നു എന്നുള്ള പേരിൽ.
ആ പുസ്തകം വായിക്കാനിട വന്നിട്ടുണ്ടോ? അതെ, എന്തായാലും ഇത് നമ്മുടെ സംഭാഷണത്തോട് ചേർന്ന് പോകുന്ന കാര്യം തന്നെയാണ്. കേരളത്തിൽ അനേക മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും വായനാശീലമുള്ള മന്ത്രിമാരൊക്കെ നമുക്കുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു മുഖ്യമന്ത്രി മാത്രമാണ് പരസ്യമായിട്ട് ബൈബിൾ എങ്ങനെയാണ് എന്നെ സ്വാധീനിച്ചത്, എൻ്റെ മതേതര ചിന്തകളെ ബൈബിൾ എങ്ങനെ സ്വാധീനിച്ചു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പ്രത്യേകിച്ച് അങ്ങ് പറഞ്ഞ ഈ പുസ്തകം തൻ്റെ പ്രസംഗ സമാഹാരങ്ങളാണ്. അത് DC ബുക്സാണ് അത് പുറത്തിറക്കിയത്. അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ്: ആദം നീ എവിടെയാകുന്നു. വാസ്തവത്തിൽ എല്ലാ മതങ്ങളുടെയും ആശയങ്ങൾ പ്രധാനമായിട്ടും ഈ നഷ്ടപ്പെട്ടു പോയ മനുഷ്യൻ അല്ലെങ്കിൽ അകൃത്യം ചെയ്ത മനുഷ്യൻ ദൈവത്തെ അന്വേഷിക്കുന്ന ഒരു കഥയാണ് പറയുന്നത്. എന്നാൽ ബൈബിൾ ഇത് തികച്ചും വ്യത്യസ്തമാണ്. ബൈബിളിൻ്റെ പ്രമേയം എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ഒരു ദൈവത്തെയാണ് ബൈബിൾ പ്രമേയമാക്കുന്നത്. അതൊരു പുതിയ അറിവായിരുന്നു. ക്രിസ്തു ഏറ്റെടുക്കുന്നത് ഈ അന്വേഷണത്തിൻ്റെ ദൗത്യമാണ്. ദൈവം മനുഷ്യനെ അന്വേഷിച്ചു വരുന്നു. ആ അന്വേഷണത്തിൻ്റെ ദൗത്യം, അതിൻ്റെ സാരഥിയായി വരുന്നത് ക്രിസ്തുവാണ്. അതിനു വേണ്ടിയിട്ടാണ് ക്രിസ്തു ദൈവമായിരിക്കെ തന്നെ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചതും മനുഷ്യനെ അന്വേഷിച്ച് വരുന്നതും. സാധാരണ മതങ്ങൾ ചിന്തിക്കുന്നത് മോക്ഷപ്രാപ്തിക്ക് വേണ്ടി മനുഷ്യൻ ദൈവത്തെ തേടി ചെല്ലണം എന്നാണ്. പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞു വന്നത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം മനുഷ്യനെ തേടി വന്ന ദൈവം എന്നുള്ള നിലയിൽ. അപ്പം മോക്ഷപ്രാപ്തിക്ക് മനുഷ്യന് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലെന്നാണോ താങ്കൾ കരുതുന്നത്? അതെ, തീർച്ചയായിട്ടും. അത് മനുഷ്യനൊരു റോളും ഇല്ല എന്ന് മാത്രമല്ല, അതുകൊണ്ടാണ് ക്രിസ്തു മനുഷ്യനായിട്ട് തന്നെ വന്നത്. നമ്മൾ നോക്കൂ, ക്രിസ്തു ഭൂമിയിൽ അവതരിച്ചപ്പോൾ ക്രിസ്തു ഒരു മനുഷ്യനാവുകയായിരുന്നു. ഒരു ക്രിസ്ത്യാനിയാവുകയായിരുന്നില്ല. ഒരു സമ്പൂർണ്ണ മനുഷ്യ മാതൃകയാകുകയായിരുന്നു. പൂർണ്ണ മനുഷ്യനാവുകയായിരുന്നു. ക്രിസ്തു ഒരു പ്രത്യേക മതത്തിൻ്റെ പ്രചാരകനായിട്ടോ മതത്തിൻ്റെ സാരഥിയായിട്ടോ അതിൻ്റെ വക്താവായിട്ടോ അതിൻ്റെ പ്രചാരകനായിട്ടോ ഒന്നും അല്ല വരുന്നത്. ക്രിസ്തു എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുന്ന എല്ലാ മനുഷ്യരുടെയും മാതൃകയും പ്രതിനിധിയുമായിട്ടാണ് ക്രിസ്തു ഭൂമിയിൽ രംഗപ്രവേശം ചെയ്യുന്നത്. ഈ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന ദൈവരാജ്യവും ഈ ഭൂമിയിലെ മറ്റ് പ്രസ്ഥാനങ്ങളും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം? ഭൂമിയിലുള്ള നമ്മുടെ ലോകത്തിലുള്ള അനേക ആശയങ്ങൾ നമുക്കറിയാം. സോഷ്യലിസം പോലെയുള്ള അനേക ആശയങ്ങൾ വളരെ വളരെ നല്ലതാണ്. എന്തുകൊണ്ടാണ് അതിൻ്റെ പൂർണ്ണതയിലേക്ക് അതിനെയൊന്നും എത്താൻ കഴിയാതിരിക്കുന്നത്? കാരണം അതിൻ്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നത് മനുഷ്യനിൽ ആന്തരികമായ പരിവർത്തനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ക്രിസ്തുവിൻ്റെ സന്ദേശം അങ്ങനെയല്ല. ക്രിസ്തു വിഭാവനം ചെയ്യുന്നത് മനുഷ്യനിൽ ആന്തരികമായിട്ടുള്ള പരിവർത്തനമാണ് ഉണ്ടാക്കുന്നത്. ക്രിസ്തുവിൻ്റെ സന്ദേശവും ക്രിസ്തുവും നൽകുന്നത് ആന്തരികമായ പരിവർത്തനമാണ്. ഈ ആന്തരികമായ പരിവർത്തനം ഉണ്ടാകുന്നുവെങ്കിൽ മാത്രമേ അത് വ്യക്തികളിലും കുടുംബത്തിലും സമൂഹത്തിലും അത് പ്രതിഫലിക്കത്തുള്ളൂ. മറ്റ് ആശയങ്ങളൊക്കെ ആശയങ്ങളായിട്ട് നിലകൊള്ളും. അത് നല്ല ആശയങ്ങൾ തന്നെയാണ്. സോഷ്യലിസം പോലെയുള്ള ആശയങ്ങൾ വളരെ നല്ലതാണ്. പക്ഷേ അത് പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതിരിക്കുന്നതിൻ്റെ കാരണം അത് ആന്തരികമായ മനുഷ്യനിൽ പരിവർത്തനം ഉണ്ടാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ ക്രിസ്തു കേവലം ലോക നേതാവ് എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ലോകരക്ഷകൻ എന്നുള്ള ചിന്തയിലേക്ക് താങ്കൾക്ക് വരുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ചോദ്യം, ഈ പാപങ്ങൾ ക്ഷമിക്കുവാനും ആന്തരിക പരിവർത്തനം വരുത്തുവാനും ക്രിസ്തുവിന് കഴിയും എന്ന് താങ്കൾക്ക് എങ്ങനെയാണ് ബോധ്യമായത്? അതെ, ക്രിസ്തുവിനെ മനുഷ്യ മാതൃകയായി കണ്ടവർ അനവധിയുണ്ട്. ഒരു യുഗപുരുഷനായിട്ട് വിപ്ലവാചാര്യനായിട്ട് ഒക്കെ കണ്ട അനേക ആളുകളുണ്ട്. എന്നാൽ അവർക്ക് പോലും ക്രിസ്തുവിലെ ദൈവികതയെ കാണാതിരിക്കാൻ കഴിയുകയില്ല. പ്രത്യേകിച്ച് ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ സാഹിത്യശാഖയിലാണെങ്കിലും വിഖ്യാതമായിട്ടുള്ള നോവലിസ്റ്റുകളുമൊക്കെ ഈ ക്രിസ്തീയ ബിംബങ്ങളും ഒക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ബൈബിളിൻ്റെ സ്വാധീനം അത്ര വലുതാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹസ്പർശവും കരുണയും ക്ഷമയും ഒക്കെ നിർബാധം അവരുടെ രചനകളിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ KP കേശവമേനോൻ എഴുതിയ യേശുദേവൻ എന്ന് പറയുന്ന ജീവചരിത്ര ഗ്രന്ഥം, അതുപോലെ വള്ളത്തോളിൻ്റെ മഗ്ദലന മറിയം എന്ന് പറയുന്ന മഹാകാവ്യം, ക്രിസ്തുവിൻ്റെ കരുണയും ക്ഷമയുമാണ് എങ്ങനെ മനുഷ്യനിലേക്ക് ഒഴുകുന്നു എന്നാണ് അദ്ദേഹം അവിടെ എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റനേകം നോവലിസ്റ്റുകൾ, അവസാനം ബെന്യാമീൻ എഴുതിയ ആടുജീവിതം, അവസാനത്തെ ഇയ്യോബിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ചരിത്രമാണ് അവിടെ പറയുന്നത്. അതുപോലെ ബൈബിൾ വെളിച്ചത്തിൻ്റെ കവചം എഴുതിയ KP അപ്പൻ, അദ്ദേഹം പറയുന്നത്
ബൈബിൾ ബിംബങ്ങൾ, ബൈബിളാണ് എന്നെ സ്വാധീനിച്ചത്. എൻ്റെ ഭാഷ വിശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ബൈബിൾ നിരന്തരം വായിക്കുമായിരുന്നു. അപ്പം ഇങ്ങനെ ബൈബിളിനെ സ്വാധീനിച്ചവരും ക്രിസ്തുവിനെ വലിയൊരു മാതൃകയായി കണ്ടവരും അനവധിയുണ്ട്. ഉദാഹരണത്തിന് ലോകോത്തര സാഹിത്യങ്ങളായിട്ടുള്ള കസൻ ദസാക്കീസ്, ദസ്തയേവ്സ്കി, ഇവരുടെയൊക്കെ രചനകളിലും ഈ സ്വാധീനം കാണാം. ഈ ലൂ വാലസിൻ്റെ ബെൻഹർ, ക്രിസ്തുവിൻ്റെ സ്നേഹവും ക്ഷമയുമൊക്കെയാണ് അവിടെയും പറയുന്നത്. പക്ഷേ ഇവർക്ക് പോലും ക്രിസ്തുവിൻ്റെ ദൈവികതയെ കാണാതിരിക്കാൻ കഴിയത്തില്ല. ബൈബിളിൽ പൗലോസ്ലീഹ പറയുന്ന വളരെ ലളിതമായിട്ടുള്ളൊരു ദൈവശാസ്ത്രമുണ്ട്. ക്രിസ്തു ദൈവമായിരിക്കുമ്പോൾ തന്നെ, ദൈവത്തിൻ്റെ പദവികളും ഒക്കെ ഉണ്ടായിരിക്കുമ്പോൾ തന്നെയും മനുഷ്യനായിട്ട് അവതരിക്കുന്നു. ക്രിസ്തു മനുഷ്യനായിട്ട് മാറുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഈ അന്വേഷണ ദൗത്യം ഏറ്റെടുത്ത് മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുന്നു. നമ്മളെ തേടി, പാപികളെ തേടി വന്ന രക്ഷകൻ, അതെ, എന്നുള്ള ഒരാശയമാണ് അവിടെ കാണാൻ കഴിയുന്നത്. അതെ. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം അവിടെ വരുന്നത്, ഈ പാപികളെ തേടി വന്നു, യേശുക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ ആ ഒരു സന്ദേശം നൽകി, ദൈവരാജ്യം ഭൂമിയിലുണ്ടാകാനായിട്ടുള്ള, അല്ലെ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ക്രമീകരിച്ചു. പക്ഷേ ഇതിനിടയിൽ യേശു മരിച്ചു. ഈ മരണം അതിന് അനിവാര്യമായിരുന്നു? ക്രിസ്തു വന്നത് മരിക്കുവാൻ വേണ്ടിയിട്ടായിരുന്നു. അതാണ് യേശു ക്രിസ്തു കേവലം ഒരു മനുഷ്യനല്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് കേവലം ഒരു വിപ്ലവാചാര്യൻ മാത്രമായിരുന്നെങ്കിൽ ക്രിസ്തുവിന് തുടർമാനമായിട്ട് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്താൽ മതിയാകുമായിരുന്നു. താൻ എല്ലായ്പ്പോഴും അത്ഭുതങ്ങൾ ചെയ്തിരുന്നില്ല, എല്ലായ്പ്പോഴും അപ്പവും വീഞ്ഞും വർദ്ധിപ്പിച്ചിരുന്നില്ല, എപ്പോഴും രോഗികളെ സൗഖ്യമാക്കിയിരുന്നില്ല. ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് അവർ വെല്ലുവിളിച്ചപ്പോൾ, ക്രൂശിൽ നിന്ന് ഇറങ്ങി വരികയായിരുന്നെങ്കിൽ പടയാളികളെയൊക്കെ തട്ടിമാറ്റി, കുരിശിനെയൊക്കെ തട്ടിമാറ്റി അവരെ നിഷ്പ്രഭമാക്കി അജയ്യനായി വേണമെങ്കിൽ തിരിച്ചു വരാമായിരുന്നു. അങ്ങനെയുള്ളൊരു മനുഷ്യനെ, അങ്ങനെയുള്ളൊരു നേതാവിനെ കാണുവാനാണ് ആളുകൾക്ക് ഇഷ്ടം. എന്നാൽ ക്രിസ്തുവിൻ്റെ ദൗത്യം അതായിരുന്നില്ല. ക്രിസ്തുവിൻ്റെ ദൗത്യം നഷ്ടപ്പെട്ട മനുഷ്യനെ അന്വേഷിച്ചിറങ്ങുക, അതിനു വേണ്ടിയിട്ട് മരിക്കുക. തൻ്റെ സമയത്തും താൻ എന്തിനു വേണ്ടിയിട്ടാണ് തൻ്റെ ദൗത്യമെന്നും താൻ എങ്ങനെ ജീവിക്കുമെന്നും എപ്പോൾ മരണവിധവും ഈ കാര്യങ്ങളും ഒക്കെ മുൻകൂട്ടി തന്നെ താൻ പ്രവചിച്ചിരുന്നു, പറഞ്ഞിരുന്നു. ഇതൊന്നും ആശ്ചര്യകരമായിട്ടുള്ള കാര്യമല്ല. ഇത് ക്രിസ്തുവിന് മാത്രം അവകാശപ്പെട്ട കാര്യമാണ്. തൻ്റെ മുമ്പിലുള്ള ശത്രുക്കളെ തച്ചുടയ്ക്കുന്ന ഒരുവനെയാണ് ഹീറോ ആയിട്ട് ആളുകൾ കാണുന്നത്. യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ഉദ്ദേശം തന്നെ മരിക്കാനായതുകൊണ്ട് മരണം തടസ്സപ്പെടുവാനുള്ള വെല്ലുവിളികളെ പോലും താൻ നിരാകരിച്ച് മരണം വരിക്കുകയാണ് ചെയ്തത്, അല്ലേ? അതെ, അതെ. അപ്പോൾ ആ മരണത്തിലൂടെയാണ് മാനവരക്ഷ ക്രിസ്തു വിഭാവനം ചെയ്തത്. അതെ, മരണത്തിലൂടെയാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിമത്വം അത് ദൈവം തകർത്ത് കളഞ്ഞത്. മനുഷ്യൻ അനുഭവിച്ച ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത് പാപം എന്ന അടിമത്വമാണ്. നമ്മളിതിനു മുമ്പ് പ്രധാനമായിട്ടും 3 അടിമത്തങ്ങളാണ് മനുഷ്യനെ ഭരിച്ചിരുന്നത്. ഒന്ന് മതം, അവൻ്റെ മേൽ വലിയൊരു അടിമത്തം വച്ചിട്ടുണ്ട്. അതുപോലെ പാപവും മരണവും. മരണം എന്ന് പറയുന്നത് പാപത്തിൻ്റെ ശമ്പളമാണ്. മതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. കാരണം ഈ യഹൂദ മത നേതൃത്വം മനുഷ്യൻ്റെ മേൽ വച്ചിരുന്ന വലിയൊരു അടിമത്വവും ആണ് ഈ മതം എന്ന് പറയുന്നത്. ക്രിസ്തു ഭൂമിയിൽ വന്നത് ഏറ്റവും വലിയ മനുഷ്യൻ്റെ അടിമത്തത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ അടിമത്വം എന്ന് പറയുന്നത് പാപമാണ്. നമ്മളിതിനു മുമ്പ് മതത്തെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. മനുഷ്യൻ്റെ 3 പ്രധാനപ്പെട്ട അടിമത്വങ്ങളാണ് ഉള്ളത്. ഒന്ന് മതം മനുഷ്യൻ്റെ മേൽ വെച്ചിട്ടുള്ള വലിയൊരു അടിമത്വമുണ്ട്. ഞാൻ പറയാം, ക്രിസ്തുവിൻ്റെ രംഗപ്രവേശം തന്നെ യഹൂദ മത നേതൃത്വം മനുഷ്യൻ്റെ മേൽ വളരെ കഠിനമായിട്ടുള്ള ഭാരങ്ങളെ വെച്ചിരിക്കുന്ന സമയത്താണ്. യഹൂദ മത നേതൃത്വം മനുഷ്യനെ മത നിയമങ്ങൾ കൊണ്ട് ഞെരുക്കിയിരുന്ന സമയത്താണ് ക്രിസ്തുവിൻ്റെ രംഗപ്രവേശം. അവരെ സംബന്ധിച്ച് അതൊരു ഭാരമായിരുന്നു. അതിനെ വിശദീകരിക്കുന്ന ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ കഥ എങ്ങനെയാണ്, ഒരു ദരിദ്രയായ യഹൂദ സ്ത്രീയും അവളുടെ ആടും. ഒരു യഹൂദ സ്ത്രീ ഒരു ആടിനെ വാങ്ങി, അതുകൊണ്ടൊരു പെണ്ണാടിനെ വാങ്ങി അതുകൊണ്ട് ഉപജീവനം കഴിക്കാമെന്ന് അവൾ വിചാരിക്കുന്നു. അവൾ ആടിനെ കൊണ്ടുവന്ന് അതിൻ്റെ ചെമ്മരിയാടിൻ്റെ രോമം കത്തിരിക്കുന്ന സമയത്ത് പുരോഹിതൻ വരുന്നു. പുരോഹിതൻ വന്നിട്ട് പറയുന്നു, ആദ്യ ഫലം എന്ന് പറയുന്നത് ദേവാലയത്തിനും പുരോഹിതനും ഉള്ളതാണ്. അവളത് ദേവാലയത്തിനും പുരോഹിതനും നൽകുന്നു. അതിനുശേഷം അവളോർത്തു, ഇതിനൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ എനിക്ക് വളർത്താമല്ലോ എന്നവൾ കരുതി. അതിനൊരു ആട്ടിൻ കുട്ടി ഉണ്ടായി കഴിഞ്ഞപ്പോൾ പുരോഹിതൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു,
ആദ്യ ഫലം എന്ന് പറയുന്നത് അത് ദേവാലയത്തിനും പുരോഹിതനുമുള്ളതാണ്. അവൾ അതും കണ്ണുനീരോടുകൂടി ഈ ദേവാലയത്തിനും പുരോഹിതനും നൽകുകയാണ്. അവൾ ഓർത്തെന്നാൽ ഇതിൻ്റെ പാല് വിറ്റ് എനിക്ക് ഉപജീവനം കഴിക്കാമല്ലോ. അവൾ പാല് വിറ്റ് ഉപജീവനം കഴിക്കാൻ എന്ന സമയത്താണ് പുരോഹിതൻ വീണ്ടും എത്തുന്നു. പുരോഹിതൻ പറയുന്നു, ഇതിൻ്റെ 1/10 എന്ന് പറയുന്നത് ദേവാലയത്തിനും അവകാശപ്പെട്ടതാണ്. എങ്ങനെ അതും അവൾ സങ്കടത്തോടെ നൽകുന്നു. അവസാനം അവൾ പറയുന്നുണ്ട്, ഞാനിതിനെ കൊന്ന് ഇതിൻ്റെ ഇറച്ചി കൊണ്ട് ഞാനിത് ഉപജീവനം കഴിച്ചോളാം എന്ന് വിചാരിക്കുമ്പോൾ പുരോഹിതൻ വീണ്ടും എത്തിയിട്ട് പറയുകയാണ്, ഇതിൻ്റെ ഇറച്ചി, ഇതിൻ്റെ മുൻഭാഗവും ഉടലും അവയവങ്ങളും ഇതെല്ലാം ദേവാലയത്തിനുള്ളതാണ്. ഇവളാകെ കൂടെ നിരാശ ബാധിച്ചിട്ട് പറയുന്നു, ഞാനിതിനെ ശപിച്ചുകൊണ്ട് ഇത് ദൈവത്തിന് നേരുന്നു എന്നിവൾ പറയുക. അപ്പോൾ പുരോഹിതന് പറഞ്ഞു, അങ്ങനെ നേർന്നതൊക്കെയും അത് ദേവാലയത്തിനുള്ളതാണ്. ഈ സമയത്ത് എങ്ങനെയാണ് മതനേതൃത്വം ഈ അർത്ഥമില്ലാത്ത നിയമങ്ങൾ കൊണ്ട് മനുഷ്യനെ ഞെരുക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയത്താണെന്ന് ഓർക്കണം ക്രിസ്തു വന്നിട്ട് പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വലിയൊരു അവരുടെ കാതുകളിൽ ഈ വാക്കുകളൊക്കെ എങ്ങനെയായിരിക്കും അവർ കേട്ടത്. അതുപോലെ തന്നെയായിരുന്നു ഈ പാപം എന്ന് പറയുന്നത്. അതാണ് മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം അതുകൊണ്ട് പാപത്തിൻ്റെ ശമ്പളമാണ് മനുഷ്യൻ്റെ മരണം എന്ന് പറയുന്നത്. ക്രിസ്തു വന്നത് മനുഷ്യനെ അന്വേഷിച്ചു വരുന്ന ദൈവം ഈ അന്വേഷണം പൂർത്തിയാക്കുന്നത് ക്രൂശിലാണ്. അന്വേഷണം പൂർത്തിയാക്കുന്നത് അവിടെയാണ് മനുഷ്യനെ ദൈവം കണ്ടുപിടിക്കുന്നത്. ക്രിസ്തു ഒരു ലോക നേതാവാണ്, ഏറ്റവും നല്ല ഉപദേശങ്ങൾ നൽകിയ വ്യക്തിയാണ്, ലോകരക്ഷകനാണ് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ തന്നെ ചില കേരളത്തിലെ പ്രമുഖരായ ചില യുക്തിവാദികൾ ക്രിസ്തു ഒന്നും ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ യേശുക്രിസ്തു ഒരു ചരിത്ര പുരുഷനാണ് എന്ന് താങ്കൾ എന്തുകൊണ്ടാണ് വിശ്വസിക്കുന്നത്? അതെ, ഇത് ക്രിസ്തുവിൻ്റെ തന്നെ അവകാശവാദം മാത്രം പരിശോധിച്ചാൽ മതി. നിങ്ങൾ നോക്കൂ, നമുക്ക് പരിശോധിക്കാം. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു ആദ്യം സംശയത്തോടെ നിൽക്കുന്ന ശിഷ്യന്മാർ തന്നെ ശിഷ്യനോട് പറയുകയാണ്. വലിയ നിലപാടുള്ള മനുഷ്യനായിരുന്നു തോമാസ് ശ്ലീഹ. തോമസിനോട് പറയുകയാണ്, എൻ്റെ ആണിപ്പഴുതുള്ള നിങ്ങൾ വിരലിട്ട് നോക്കുവിൻ, എൻ്റെ വിലാപ്പുറത്ത് നിങ്ങൾ തൊട്ടു നോക്കുവിൻ. ഇങ്ങനെയാണ് ആവശ്യപ്പെടുന്നത്. ക്രിസ്തു ഇന്നും ആവശ്യപ്പെടുന്ന അതേ കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരു ദാർശനികനായിരിക്കാം, നിങ്ങളൊരു ചരിത്രകാരനായിരിക്കാം, ക്രിസ്തു എല്ലാവരോടും ആവശ്യപ്പെടുന്നു, നിങ്ങൾ പരിശോധിച്ച് നോക്കുവിൻ. നിങ്ങൾ ചരിത്രത്തിൻ്റെ കണ്ണുകളിലൂടെ, നിങ്ങളുടെ ദാർശനികതയുടെ കണ്ണുകളിലൂടെ, നിങ്ങളുടെ ആത്മീയ പുസ്തകങ്ങളുടെ കണ്ണുകളിലൂടെ നിങ്ങൾ നോക്കുവിൻ, പരിശോധിപ്പിൻ. ക്രിസ്തു ഇന്നും അജയ്യനായിട്ട് ആണിപ്പാടുള്ള കരങ്ങളുമായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ് മനുഷ്യനെ സ്വീകരിക്കാൻ. ക്രിസ്തു ആരെയും നിരാകരിക്കുന്നില്ല, എന്നാൽ ആരെയും നിർബന്ധത്താൽ പിടിച്ചെടുക്കുന്നില്ല. പക്ഷേ ക്രിസ്തുവിൻ്റെ സ്നേഹം എപ്പോഴും നിർബന്ധിച്ചുകൊണ്ടിരിക്കും. കാരണം കാൽവറിയിൽ ക്രിസ്തു ഒഴുക്കിയ രക്തവും സ്നേഹവും മനുഷ്യനെ ആ നിലയിൽ നിർബന്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ക്രിസ്തു കേവലം ഒരു ചരിത്ര പുരുഷൻ മാത്രമല്ല. അതുകൊണ്ടാണ് നമ്മുടെ ചരിത്രത്തെ പോലും ക്രിസ്തു ചരിത്രത്തെ പോലും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ സൂര്യതേജസ്സായിട്ടാണ് ക്രിസ്തു നിലകൊള്ളുന്നത്. BC എന്നും AD എന്നും രണ്ടായിട്ട് വിഭജിച്ചുകൊണ്ട് ചരിത്രത്തിൻ്റെ സൂര്യതേജസ്സായിട്ട് ക്രിസ്തു നിലകൊള്ളുന്നത്. തീർച്ചയായിട്ടും ചരിത്രം ശരിക്കും പഠിക്കുന്ന ഒരാൾക്കും ക്രിസ്തു ജീവിച്ചിരുന്നില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം ക്രിസ്തു ചരിത്രത്തിൻ്റെ നടുനായകൻ തന്നെയാണ്. ഈ ക്രിസ്തുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ടു, അല്ലെ ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായി മാറാൻ തീരുമാനമെടുത്തു. എന്ത് മാറ്റമാണ് അതിനുശേഷം ജീവിതത്തിലുണ്ടായത്? ജീവിതത്തിൽ ക്രിസ്തുവും ബൈബിളും ഉണ്ടാക്കിയ മാറ്റം എന്ന് പറയുന്നത്, ഒന്ന്, ക്രിസ്തു ഒരുവനെ അംഗീകരിക്കുന്നത് ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തുകയാണ്. രണ്ട്, നമുക്ക് ഇടനിലക്കാരനില്ലാതെ നമുക്ക് ദൈവത്തോട് നമുക്ക് അടുക്കുവാൻ കഴിയുന്നു. ദൈവത്തോടുള്ള ആക്സസ് നമുക്ക് ലഭിക്കുന്നു. പഴയ നിയമസമ്പ്രദായം അനുസരിച്ച് ദൈവം എന്ന് പറയുന്നത് എവിടെയോ വിരാജിക്കുന്ന, എവിടെയോ ആയിരിക്കുന്ന ഒരു ദൈവമാണ്. എന്നാൽ പുതിയ ദൈവസങ്കല്പത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, നമുക്കെപ്പോൾ വേണമെങ്കിലും സമീപിക്കാവുന്ന, എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ആവശ്യങ്ങൾ പറയാവുന്ന, ഇടനിലക്കാരനില്ലാതെ ദൈവത്തോട് അടുക്കാവുന്ന ദൈവമക്കൾ എന്നുള്ള പദവിയിലേക്ക് ഉയർത്തിയ ഒരു ദൈവമായിട്ടുള്ള ബന്ധമാണ് പിന്നീട് ഞാൻ മനസ്സിലാക്കുകയും ആ നിലയിലാണ് ജീവിക്കുക. ഞാനോ നിങ്ങളെ ഒരു നാളും അനാഥരായി വിടുകയില്ല, ഞാനോ എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെയുണ്ട്. ഈ ക്രിസ്തു സാന്നിധ്യം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നതായിരുന്നു എന്ന് ബോധ്യപ്പെട്ടു.
പിന്നീട് ഒരു പ്രവാസത്തിലേക്കാണ്. അതിനുശേഷം രാഷ്ട്രീയത്തിൽ നിന്നൊക്കെ താൽക്കാലികമായി പിന്മാറി ഒരു പ്രവാസിയായിട്ട് പോവുകയായിരുന്നു. നമുക്കറിയാം, ഒരു പ്രവാസത്തിൻ്റെ കയ്പും പ്രതികൂലവുമൊക്കെ അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാക്കിയത് ബൈബിളും ക്രിസ്തുവും ഈ സുവിശേഷവുമൊക്കെ ദൈനംദിന ജീവിതത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അല്ലാതെ കേവലം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് മാത്രം പറയുന്ന, സ്വർഗത്തെക്കുറിച്ച് മാത്രം പറയുന്ന ഒന്നല്ല. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മളെ പിടിച്ചു നിർത്തുന്ന, ചേർത്ത് നിർത്തുന്ന ഒരു അനുഭവം തന്നെയാണെന്നുള്ളത് ബോധ്യപ്പെടാനിടയായി. കേരളത്തിൽ നിന്നും പ്രവാസത്തിലേക്ക് പോയി എന്ന് പറഞ്ഞു. ഏത് രാജ്യത്തേക്കാണ് പോയത്? ഓസ്ട്രേലിയയിലാണ് ഉണ്ടായിരുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ക്രിസ്തു ദർശനവുമായിട്ടാണ് ഓസ്ട്രേലിയയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ക്രിസ്തു ദർശനങ്ങൾ പ്രായോഗികമാക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിച്ചോ? തീർച്ചയായിട്ടും. അവിടെ പ്രധാനമായിട്ടും 5 വർഷം സെക്കുലർ ജോലിയോടൊപ്പം തന്നെ ഒരു പോർട്ട് മിഷണറി എന്നുള്ള നിലയ്ക്കാണ് പ്രവർത്തിച്ചത്. സീഫെയറേഴ്സിൻ്റെ ഇടയിലുള്ള പ്രവർത്തനമായിരുന്നു. SCFS എന്നായിരുന്നു സംഘടനയുടെ പേര്. അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് 70-ൽ പരം കൊമേഴ്ഷ്യൽ പോർട്ടുകളാണ് ഓസ്ട്രേലിയയിലുള്ളത്. അവിടുത്തെ ഒരു പോർട്ടാണ് പോർട്ട് അഡിലെയ്ഡ്. അവിടെ ഈ കാർഗോ ഷിപ്പുകൾ വരും. ഷിപ്പുകൾ വരുമ്പോൾ ഈ ചരക്കുകളുടെ സ്വഭാവം അനുസരിച്ച് ഒരു ദിവസം മുതൽ ഒരാഴ്ച വരെ ആ ഷിപ്പുകൾ അവിടെ ഉണ്ടാകും. ആ ഷിപ്പുകളിൽ ക്യാപ്റ്റൻ്റെ അനുവാദത്തോടു കൂടിയിട്ട് കടന്നു ചെല്ലുക, സീഫെയറേഴ്സിനോട് സംസാരിക്കുക. കാരണം അവരുടെ ജീവിതം വളരെ ബുദ്ധിമുട്ട് നിറഞ്ഞതാണ്. 9 മുതൽ 12 മാസം വരെയുള്ള കോൺട്രാക്റ്റുകളൊക്കെ ആയിരിക്കും. 12 മണിക്കൂർ ജോലി ചെയ്യേണ്ടതുണ്ട്. ഏതാണ്ട് 90% അവർ കടലിൽ തന്നെ ആയിരിക്കും. ഏകാന്തത, ഹാർഡ്ഷിപ്പ്, ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ് അവരുടെ ജീവിതത്തിലുള്ളത്. അവർക്ക് വേണ്ടുന്ന കൗൺസിലിങ്ങുകൾ കൊടുക്കുക, പഠിക്കുവാനുള്ള അവസരത്തെ നൽകുക, അവരുടെ ജീവിതത്തെ കേൾക്കുക, ഇതൊക്കെയായിരുന്നു പ്രവർത്തനം എന്ന് പറയുന്നത്. ഓക്കെ. പല രാജ്യങ്ങളിലുള്ള ആളുകളെ ആ സമയത്ത് കാണാനിടയായി കാണും. അപ്പോൾ ഈ മനുഷ്യരെ നമ്മൾ പല ആളുകൾ ചിന്തിക്കുന്നത് പല രാജ്യങ്ങളിൽ പല മതങ്ങളിലൊക്കെ ജനിച്ചു വളർന്ന ആളുകൾ വ്യത്യസ്തരായിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ഈ മനുഷ്യരിൽ കോമൺ ആയിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം പറയാൻ കഴിയുമോ? അത് ശ്രദ്ധേയമായിട്ടുള്ളൊരു ചോദ്യമാണ്. പ്രധാനമായിട്ടും ഫിലിപ്പിനോസ്, ചൈനീസ്, ഇറ്റാലിയൻ, ഡച്ച്, ഇന്ത്യ, പാകിസ്ഥാൻ, ബാംഗ്ലാദേശ് എന്നിങ്ങനെ നിരവധി രാജ്യക്കാർ ഒരു ഷിപ്പിലുണ്ടാകും. 15 മുതൽ 25ഓളം ക്രൂ മെമ്പേഴ്സ് ആയിരിക്കും ഒരു ഷിപ്പിൽ ഉണ്ടാകുന്നത്. അവർക്കെല്ലാം പ്രധാനമായിട്ടുമുള്ള അവരുടെ മുൻപിലെ ചോദ്യം, നാം ആരാണ്, എന്തുകൊണ്ട് ഇവിടെ ആയിരിക്കുന്നു, നമ്മുടെ ജീവിത ലക്ഷ്യം എന്താണ്, ജീവിതത്തെ പറ്റിയിട്ടുള്ള ഉദ്ദേശം എന്താണ് എന്നിത്യാദിയുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യങ്ങൾ ഈ സമയത്ത് മനുഷ്യൻ ചോദിച്ചുകൊണ്ടിരിക്കും. കാരണം ഇതിനെല്ലാം യുക്തിഭദ്രമായിട്ടുള്ള മറുപടി നൽകുന്ന ഒരു പുസ്തകം മാത്രമേ ഉള്ളൂ, ബൈബിൾ. കാരണം ബൈബിളാണ് മനുഷ്യനൊരു പർപ്പസ് നൽകുന്നത്. മനുഷ്യൻ കേവലം വെറുതെ ജീവിച്ചു പോവുക എന്നതിനേക്കാളും ഉപരി അവൻ്റെ ജീവിതത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് പറയുന്നത് ബൈബിളാണ്. കാരണം ബൈബിളാണ് പറയുന്നത് മനുഷ്യനെ ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിക്കപ്പെട്ടത്. ദൈവത്തിൻ്റെ സ്വരൂപത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവനൊരു ജീവിത ഉദ്ദേശമുണ്ട്. ആ ജീവിത ഉദ്ദേശം മനസ്സിലാകുമ്പോഴാണ് അവൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടാകുന്നത്. അങ്ങനെ അനേക ജീവിതങ്ങളുമായിട്ട് സംവാദിപ്പാൻ ഇടവന്നിട്ടുണ്ട്. ഓസ്ട്രേലിയയിലെ പോർട്ട് മിഷൻ പ്രവർത്തനങ്ങളെപ്പറ്റി പറഞ്ഞു. അവിടെ അനേക ആളുകളെ കാണാൻ പറ്റി, അവരുടെ ജീവിത ദർശനങ്ങളെപ്പറ്റി മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതിനൊക്കെ ശേഷം ഇപ്പോൾ US സെറ്റിലായിരിക്കുകയാണ്. ഇപ്പോൾ തിരിഞ്ഞു നോക്കിയിട്ട് രാഷ്ട്രീയത്തെ പറ്റിയുള്ള കാഴ്ചപ്പാട് എങ്ങനെയാണ്? ഞാൻ ആദ്യം പറഞ്ഞതുപോലെ രാഷ്ട്രീയവും പൊതുപ്രവർത്തനവും സാമൂഹ്യ സേവനവും ഒന്നും മോശപ്പെട്ട കാര്യങ്ങളല്ല. മനുഷ്യരാശിയുടെയും ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും അഭിവൃദ്ധിക്കായിട്ട് നാം എങ്ങനെ പങ്കാളികളാകുന്നു എന്നതാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അതിലെ അധികാരം എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു, അതിലെ വിഭവങ്ങൾ എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു, സമൂഹത്തിൻ്റെ അഭിവൃദ്ധിക്കായിട്ട് നമുക്കെങ്ങനെ പങ്കാളികളായി തീരുവാൻ കഴിയും, അതിനെ സ്വാധീനിക്കുന്ന പ്രക്രിയയാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അത് ഈ രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവേശിക്കാതെ തന്നെ, അംഗത്വം എടുക്കാതെ തന്നെ നമുക്ക് സാമൂഹ്യ സേവനം ചെയ്യുവാനും രാഷ്ട്രീയ പ്രവർത്തനം ചെയ്യുവാനും കഴിയും. കാരണം നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ളതാണ് ക്രിസ്തീയ കൽപ്പന. അതെങ്ങനെയാണ് നമുക്ക് പ്രാവർത്തികപഥത്തിലെത്തിക്കാൻ കഴിയുന്നത്? ഒരു മഹാൻ പറഞ്ഞതുപോലെ, എൻ്റെ അപ്പത്തിൻ്റെ കാര്യമെന്ന് പറയുന്നത് ഒരു ഭൗതിക പ്രശ്നമാണ്, എന്നാൽ എൻ്റെ അയൽക്കാരൻ്റെ അപ്പത്തിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതൊരു ആത്മിക പ്രശ്നമാണ്, സ്പിരിച്വലായിട്ടുള്ള പ്രശ്നമാണ്. ആ നിലയിൽ നമുക്കൊരു അയൽക്കാരനെ സ്നേഹിക്കുവാൻ കഴിയുന്നത് അവൻ്റെ പ്രശ്നങ്ങളിൽ, അവൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ.
ആ നിലയിൽ രാഷ്ട്രീയം ഇന്ന് നല്ല രീതിയിൽ ചെയ്യേണ്ടത് ആവശ്യമുണ്ട്. എല്ലാ മനുഷ്യരും ആ നിലയിൽ നിഷ്പക്ഷത എന്നൊന്നില്ല. നിഷ്പക്ഷത എന്ന് പറയുന്നത് പോലും ഒരു രാഷ്ട്രീയമാണ്. എനിക്ക് രാഷ്ട്രീയ നിലപാടില്ല എന്ന് പറയുന്നത് ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുമാത്രമല്ല, നമ്മൾ സമൂഹത്തിൽ നിന്നും സമൂഹത്തിൻ്റെ ഭാഗമാണ് നാം. സമൂഹത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിനോട് ചേർന്ന് മാത്രമേ നമുക്ക് ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഇന്ന് നമുക്ക് സംസാരിക്കേണ്ടത് വളരെ പോസിറ്റീവായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇന്ന് ഞാൻ കണ്ടിട്ടുള്ളത്, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ഞാനിത് പറയുന്നത്, അമിതമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അതിപ്രസരം അത് പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പലപ്പോഴും തടസ്സം സൃഷ്ടിക്കുന്നതാണ്. ഇനി അങ്ങനെയുള്ള ഈ രാഷ്ട്രീയ അതിപ്രസരം ഇതൊക്കെ ഒഴിവാക്കപ്പെടേണ്ടതാണ്. ഇന്ന് നമുക്ക് ഒരു വികസന രാഷ്ട്രീയത്തെ പറ്റിയിട്ട് പൊതുവായിട്ടുള്ള കാര്യങ്ങളിൽ അഭിപ്രായ സമന്വയം ഇതൊക്കെ ഉണ്ടാക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയിട്ടുണ്ട്. പൊതുവെ രാഷ്ട്രീയത്തിൽ നേതാക്കന്മാരായവർ അവരവരെ തന്നെ പ്രൊജക്റ്റ് ചെയ്യുകയും അണികളുടെ മുമ്പിൽ തങ്ങളുടെ ഒരു ഹീറോ പരിവേഷം കാണിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ താങ്കളിപ്പോൾ അനുഗമിക്കുന്ന ക്രിസ്തുവിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ, ക്രിസ്തു പഠിപ്പിച്ചത് നിങ്ങളിൽ ഒന്നാമനാകുവാൻ ഇച്ഛിക്കുന്നവൻ എല്ലാവരുടെയും ദാസനാകണം. സെർവൻ ലീഡർഷിപ്പ് എന്നുള്ളതാണ് ക്രിസ്തു പഠിപ്പിച്ച നേതൃത്വം എന്ന് പറയുന്നത്. മാത്രമല്ല, യേശു ക്രിസ്തു തന്നെ അതിൻ്റെ മാതൃക കാണിച്ചിട്ടുണ്ട്. ശിഷ്യന്മാരുടെ കാലുകൾ കഴുകി നിങ്ങളും അന്യോന്യം കാലുകൾ കഴുകണം. ഇങ്ങനെ നിലപാടുകളുടെ ഒരു അന്തരം ഈ രണ്ട് വിഭാഗത്തിലും കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ താങ്കൾ അത് എൻജോയ് ചെയ്യുന്നുണ്ട് ഈ പുതിയ യേശുക്രിസ്തുവിൻ്റെ മാർഗത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ? യേശുക്രിസ്തുവിൻ്റെ നേതൃത്വ ശൈലി എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ രാഷ്ട്രീയത്തിൽ കാണുന്ന ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമല്ല, ആ പ്രവർത്തിക്കുന്നത് നമ്മൾ പ്രദർശിപ്പിക്കുകയും ചെയ്യണം. അതുകൊണ്ടാണ് നമ്മളൊരു പത്രത്തിൻ്റെ ഒരു പേജുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു സ്റ്റേജിൽ 50 or 60 ആളുകളുണ്ടാകും. അവരെല്ലാം അവരുടെ തലയും ഒക്കെ കൃത്യമായിട്ട് വരുന്നുണ്ടോ എന്ന് ഉറപ്പാക്കും. ആ നിലയിൽ എങ്കിൽ മാത്രമേ അവർ സജീവമായിട്ടുണ്ടാവുകയുള്ളൂ. എന്നാൽ ഇന്ന് ഇതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ അവരുടെ പ്രവർത്തനത്തെ അവർ ഉയർത്തി കാണിക്കുകയും അവരെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ PR സംവിധാനങ്ങളുമൊക്കെ ഒരുക്കും. എന്നാൽ ക്രിസ്തുവിൻ്റെ സമീപനം അങ്ങനെയായിരുന്നില്ല. ക്രിസ്തു വന്നപ്പോൾ ഒരു ദാസനായിട്ടാണ് വന്നത്. സാധാരണ മനുഷ്യരോടുകൂടി പ്രവർത്തിക്കുന്നതിൻ്റെ പടമോ ആ നിലയിലുള്ള പരസ്യങ്ങളോ ഒന്നും ക്രിസ്തു പലപ്പോഴും പറഞ്ഞിരുന്നത് ഇതാരോടും പറയരുത് എന്നാണ് പറഞ്ഞത്. കാരണം ക്രിസ്തുവിൻ്റെ പ്രധാന ദൗത്യം എന്ന് പറയുന്നത് ക്രിസ്തു പാപികളെ കണ്ടെത്തി അവർക്ക് വേണ്ടി ജീവനെ നൽകുക എന്നുള്ളതായിരുന്നു. ആ ദൗത്യത്തിലേക്കുള്ള പോക്കിനിടയിൽ ക്രിസ്തു ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾക്കൊന്നും വലിയ പബ്ലിസിറ്റി കൊടുക്കരുതെന്നാണ് ആഗ്രഹിച്ചത്. എന്നാൽ പുരുഷാരം അവരെ സ്വീകരിച്ചു എന്നുള്ളത് ശ്രദ്ധേയമാണ്. ഇന്ന് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും സംഘടനാ രാഷ്ട്രീയത്തിലുമൊക്കെ പ്രവർത്തിക്കുന്ന പല ആളുകളും, ഒരുപക്ഷെ പലർക്കും അത് കണക്ട് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ്, പഠനമൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ച് കേസുകളിലൊക്കെ അകപ്പെട്ട് ഒരു കരിയർ പോലും ഉണ്ടാക്കാൻ കഴിയാതെ എങ്ങും എത്താൻ കഴിയാതെ പോയിട്ടുള്ള അനേക ആളുകളുണ്ട്. പലപ്പോഴും എല്ലാവരുടെയും ലക്ഷ്യമെന്ന് പറയുന്നത് പാർലമെൻ്ററി വ്യാമോഹവും സംഘടനാ ഭാരവാഹിത്വവും ഒക്കെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ എല്ലാവരും അതിലേക്കൊന്നും എത്തപ്പെടുന്നില്ല. എനിക്ക് പാർലമെൻ്ററി വ്യാമോഹം ഇല്ല എന്ന് പറയുന്നത് പോലും ഒരു ദുഃഖത്തോടു കൂടിയിട്ടാണ് പറയുന്നത്. എന്നാൽ ഇനി വേണ്ടുന്നത് കുറച്ചുകൂടെ അക്കൗണ്ടബിളായിട്ടുള്ള രാഷ്ട്രീയം തന്നെയായിരിക്കണം വേണ്ടത്. മറ്റൊരു കാര്യം ഞാൻ കണ്ടിട്ടുള്ളത്, ഈ രാഷ്ട്രീയത്തിലൊരു വീഴ്ചയുണ്ടായാൽ പിന്നെ ഒരു തിരിച്ചുവരവിന് ഒരുപാട് സമയമെടുക്കും. അത് എല്ലാ ആളുകളും വളഞ്ഞിട്ട് ആക്രമിക്കുകയുള്ളൂ. അത് എതിർ പാർട്ടിയിൽപ്പെട്ടവർ മാത്രമായിരിക്കണമെന്നില്ല, അത് കൂടെയുള്ളവർ പോലും വളഞ്ഞിട്ട് ആക്രമിക്കും. അതിനൊരു ഉദാഹരണമാണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ മറിയാമ്മ ചാണ്ടി ഇങ്ങനെ ഒരിക്കലും ഒരു പ്രസംഗത്തിൽ പറയുകയുണ്ടായി, ഈ സോളാർ ഞങ്ങളുടെ കുടുംബത്തെ തകർത്ത് കളഞ്ഞ വിഷയമാണ്. അവർ പറയുന്നത് ഉമ്മൻചാണ്ടിക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട്, നമുക്കറിയാം. അവർ ചോദിച്ചു എന്നാണ് പറയുന്നത്, കുഞ്ഞുഞ്ഞിന് ഒരുപാട് വ്യക്തിബന്ധങ്ങളുണ്ട്, എല്ലാ ആളുകളുമായിട്ടും നല്ല പിടിപാടുണ്ട്, പക്ഷേ ആരും ഈ സമയത്ത് സഹായിക്കാൻ വന്നില്ലല്ലോ എന്ന്. ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു അവർ ആ പ്രസംഗം പൂർത്തിയാക്കിയത് "നിന്ന എൻ്റെ ഹൃദയത്തെ തകർത്തു" എന്ന തുടങ്ങുന്ന സങ്കീർത്തന വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് അത് പൂർത്തിയാക്കുന്നത്. ഇതുതന്നെയാണ് KM മാണി സാറിൻ്റെ കാര്യത്തിലും ഉണ്ടായത്. അദ്ദേഹം ബാർ കോഴ കേസിൽ അകപ്പെട്ടു. അത് പിന്നീട് ഹൈക്കോടതി ക്ലീൻ ചിറ്റൊക്കെ നൽകുന്നുണ്ട്.
എന്നാലും അദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിലും അവസാന സമയങ്ങളിലുമൊക്കെ അദ്ദേഹം ആ വിഷയത്തിൽ അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള ദുഃഖം, ഈ കോഴമാണി വിളികൾ ഒക്കെ അദ്ദേഹത്തെ ഒരുപാട് ദുഃഖിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിൽ ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത്. പലപ്പോഴും ഈ നിലയിലായിരിക്കും തിരിച്ച് അവർക്ക് ലഭിക്കുന്നതായിട്ടുള്ള കാര്യം. പലപ്പോഴും പലരും പറഞ്ഞത് കേട്ടിട്ടുണ്ട്, ഞാൻ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക, രാഷ്ട്രീയം കളിക്കുക എന്നുള്ള വാക്കുകളൊക്കെയാണ് പലപ്പോഴും ഉപയോഗിച്ചിട്ടുള്ളത്. വാസ്തവത്തിൽ ഇതൊരു വല്ലാത്ത കളിയാണ്. പക്ഷേ ഇതിൽ സമയം നഷ്ടപ്പെടുത്തിയിട്ടുള്ള, പണം നഷ്ടപ്പെടുത്തിയിട്ടുള്ള, ജീവിതം തന്നെ നഷ്ടപ്പെടുത്തിയിട്ടുള്ള, പലപ്പോഴും പലരും ഈ രാഷ്ട്രീയ സംഘടനകളുടെയൊക്കെ പേരിൽ ജീവച്ഛവമായിട്ട് കിടക്കുന്ന അനേക ആളുകളുണ്ട്. അവർക്കൊക്കെ അതൊക്കെ പലപ്പോഴും അത് പിന്നീട് അത് വലിയ റിഗ്രറ്റായിട്ട് മാറിയിട്ടുണ്ട്. എന്നാൽ ഈ നേതാവ്, ക്രിസ്തു എന്ന നേതാവിന് വേണ്ടി കൊടുക്കുന്ന സമയവും അധ്വാനവും അതൊരു നഷ്ടമല്ല, അതൊരു നേട്ടമാണ്. ഞാൻ രാഷ്ട്രീയത്തിലെ ഒരിക്കലും കുറച്ച് കാണുകയല്ല. ഇന്ന് പുതിയ തലമുറയിൽപ്പെട്ട പല ആളുകളും രാഷ്ട്രീയം എൻ്റെ പ്രധാന തൊഴിൽ മേഖലയല്ല, ഉപജീവന മാർഗമല്ല എന്ന് പറയുന്ന അനേക പുതിയ തലമുറയിൽപ്പെട്ട രാഷ്ട്രീയക്കാരുമുണ്ട്. അതൊരു ശുഭസൂചകമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അവർ ചരിത്രം പഠിക്കണം, ചരിത്രബോധമുള്ളവരായിട്ട് വളരണം, ജനാധിപത്യത്തെ ബഹുമാനിക്കണം. നമുക്ക് എന്ത് രാജ്യത്തിന് വേണ്ടി രാജ്യം നമുക്ക് എന്ത് നൽകി, ജോൺ എഫ് കെന്നഡി പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. രാജ്യം നിങ്ങൾക്ക് എന്ത് നൽകി എന്നുള്ളതല്ല പറയേണ്ടത്, നിങ്ങൾ രാജ്യത്തിന് എന്ത് നൽകി, നമ്മൾ എന്താണ് സമൂഹത്തിന് സംഭാവന ചെയ്യുവാൻ നമ്മളെക്കൊണ്ട് കഴിയുന്നത്, അതായിരിക്കണം ചിന്തിക്കേണ്ടത്. ഞാനൊരു കഥ കൂടെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഈ സംഭാഷണം അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. നിങ്ങൾ ബൈബിൾ വായിക്കണം, നാം ബൈബിൾ വായിക്കണമെന്ന് നിർബന്ധമായി ഞാൻ പറയുന്ന കാര്യം, ബൈബിൾ നമ്മുടെ ഭാഷയെ ശുദ്ധീകരിക്കും എന്നുള്ളത് മാത്രമല്ല. ബൈബിളിലൊരു ശ്രദ്ധേയമായിട്ടുള്ള കഥയുണ്ട്. ഒരു 100 ആടുകളുള്ളൊരു മനുഷ്യൻ, ആ മനുഷ്യൻ്റെ ഒരാടിനെ നഷ്ടപ്പെട്ടു പോകുന്നു. നമ്മൾ ആ കഥ വായിച്ച് മുന്നോട്ട് വരുമ്പോഴാണ് അതിലെ വിസ്മയം നാം മനസ്സിലാക്കുന്നത്. ഈ 100 ആടുള്ള മനുഷ്യൻ്റെ ഒരാടിനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഈ ഇടയൻ ഈ കാണാതെ പോയതിനെ അന്വേഷിച്ച് പോവുകയാണ്. കാണാതെ പോയതിനെ അന്വേഷിച്ച് പോയി ഇതിനെ കണ്ടെത്തിയതിന് ശേഷം ഈ ആടിനെ മാറോട് ചേർത്ത് പിടിച്ചിട്ട് ആനന്ദ നൃത്ത ചവിട്ടിയൊക്കെയാണ് ഭവനത്തിലേക്ക് തിരികെ പോകുന്നത്. ഈ കഥ വായിച്ച് അവസാനിപ്പിക്കുമ്പോഴാണ് നാം തിരിച്ചറിയുന്ന അത് ഈ ഇടയൻ എന്ന് പറയുന്നത് ക്രിസ്തുവാണ്, ഈ ആട് എന്ന് പറയുന്നത് നാം ഓരോരുത്തരുമാണ്. ഇതാണ് ഈ ബൈബിളിൽ ഉപയോഗിച്ചിട്ടുള്ള കഥകളും ഇതിലെ പ്രമേയവും ഒക്കെ തന്നെ വിസ്മയമാകുന്നത്, അത്ഭുതമാകുന്നത് ഇതിൽ ഒളിപ്പിച്ച് വച്ചിരിക്കുന്ന ഇത്തരം അത്ഭുതങ്ങളാണ്. ഇതിലൂടെയെല്ലാം ക്രിസ്തു ഉദ്ദേശിക്കുന്നത് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ എത്തുന്നില്ല, ഈ മനോഹരമായ സത്യവും സന്ദേശവുമാണ്. വളരെ വ്യക്തമാണ് താങ്കൾ പറഞ്ഞ ഈ കാര്യങ്ങൾ. താങ്കളുടെ ജീവിതത്തിൻ്റെ മാറ്റം തന്നെ അതിനൊരു ഉദാഹരണമായിട്ട് കാണുവാനായിട്ട് കഴിയും. പണ്ടുണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് ക്രിസ്തുവിനെ അംഗീകരിച്ചതിന് ശേഷമുള്ള നിലപാടുകളുടെ വ്യത്യാസം, താങ്കൾ ലോകത്തെ നോക്കിക്കാണുന്ന ജീവിത ദർശനങ്ങൾ, ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് അതിനെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വളരെ നന്ദി ഇന്ന് ലൈഫ് ഫോക്കസിൻ്റെ ഈ പ്രോഗ്രാമിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന്. രാഷ്ട്രീയത്തിൻ്റെ തിരക്കേറിയ ജീവിതത്തിൽ നിന്നും ക്രിസ്തുവിനെ കണ്ടെത്തിയപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റത്തിൻ്റെ അനുഭവമാണ് താൻ പങ്കുവച്ചത്. പലപ്പോഴും നിലപാടുകളുടെ വൈരുദ്ധ്യവും അസമാധാനവും അസന്തോഷവും ഒക്കെ ജീവിതത്തിൽ കളിയാടുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിസ്തു ജീവിതത്തിൽ നൽകുന്ന സമാധാനം എന്ത് എന്ന് തൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കേട്ടു. എന്ന് ഞങ്ങളെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥമായ ജീവിത ലക്ഷ്യമില്ലാതെ സന്തോഷവും സമാധാനവും ഇല്ലാതെ ജീവിക്കുന്നവരാണെങ്കിൽ പരീക്ഷിച്ച് നോക്കൂ, ഈ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കും. അതിനായിട്ട് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. അടുത്ത ആഴ്ച നമ്മൾ വീണ്ടും കാണും വരെയും നന്ദി, നമസ്കാരം.